കേട്ടിട്ടുണ്ടോ? ടാപ്പ് ചെയ്യാവുന്ന കുറ്റ അല്ലേ? നമുക്ക് എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. കൈ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക, ബാഗ് മാറ്റി. ഓക്കെ. ഈ കാലിൻ്റെ എന്താ പറയുക, ഇല്ല ഈ കാലിൻ്റെ തോന്ന് പറയും ഇംഗ്ലീഷിലാണ്, നമ്മളുടെ ഒരു കണക്ക് അപ്പോഴേക്കും നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇത് നമ്മുടെ വെർട്ടിബ്രയാണെന്ന് വിചാരിക്കും. നമ്മളെ വെർട്ടിബ്ര ഇതിന് പാരലായിട്ട് ഇങ്ങനെ രണ്ട് നെർവസ് സിസ്റ്റം വരുന്നുണ്ട്. നമ്മളിതിനെ ഹിഡ പിംഗള എന്ന് പറയും. ഈ ഹിഡ പിംഗള എന്ന് ഈ രണ്ട് സംഭവത്തിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഈ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെയാണ് അവസാനിക്കുന്നത്, ഈ മൂക്കിൻ്റെ രണ്ടായി. സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെൻറ്റ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കടപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നട്ടലുമായി ബന്ധപ്പെട്ട് കൈ കാലിനൊക്കെ വേദനയാവും. സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ക്രമേണ തുടങ്ങുന്ന കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബദലായിട്ട് അപ്പം നമുക്ക് അതിനൊരു എന്തെങ്കിലും ഒരു സംവിധാനം കാണണ്ടേ. ആ ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ഒരു കാര്യം. അപ്പം നമ്മളിപ്പോൾ ആദ്യം ചെയ്തത് ടോ ടാപ്പ് ചെയ്തു. അത് നമുക്ക് നിങ്ങൾക്ക് എത്രയാണ് 10 ചെയ്യാൻ പറ്റുന്നത് 10, 20 20, 30 30, 50 വരെ ചെയ്യുന്നതിൽ തെറ്റില്ല. കൂടുതൽ നിങ്ങളുടെ ശാരീരിക ക്ഷമത അനുസരിച്ച് ചെയ്യുന്നുണ്ട്, വിരോധമില്ല. അപ്പോൾ ഇതൊരു 50 നമ്മളുടെ ഒരു കണക്ക്. അപ്പോഴേക്കും നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇത് നമ്മുടെ വെർട്ടിബ്രയാണെന്ന് വിചാരിക്കാം. നമ്മളെ വെർട്ടിബ്ര ഇതിന് പാരലായിട്ട് ഇങ്ങനെ രണ്ട് നെർവസ് സിസ്റ്റം വരുന്നുണ്ട്. നമ്മളിതിനെ ഹിഡ പിംഗള എന്ന് പറയും. ആ രണ്ട് നെർവസ് മുട്ട് വരെ വരുന്നു. പിന്നെ അവിടുന്ന് ചെറിയ നാരുകൾ പോലെയുള്ള ഫൈബറായിട്ടുള്ള സിസ്റ്റമാണ് താഴേക്ക് പോകുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അവിടുന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് നെർവസ് സിസ്റ്റത്തിനും നട്ടലിന് പാരലായിട്ട് വരുന്ന ഈ രണ്ട് സിസ്റ്റത്തിനും ഇങ്ങനെയുള്ള പ്രഷർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് നിൽക്കുന്ന മാലിന്യങ്ങളെ ഒരു പരിധി വരെ ഇത് ഒഴിവാക്കി തരും. അതിനകത്ത് വരുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗ്യാസ്, എയർ ബ്ലോക്ക് ആവുക, രണ്ടാമത് നീർക്കെട്ട്, മൂന്നാമത് കൊഴുപ്പ്. ഈ 3 എണ്ണമാണ് അവിടെ വന്നിട്ട് നമുക്ക് അന്യപദാർത്ഥം ആയിട്ട് നിൽക്കുന്നുണ്ടാവുക, ടോക്സിക് സെല്ലായിട്ട് നിൽക്കുന്നുണ്ടാവുക. ആ സംഭവങ്ങൾ ടോക്സിക് സെല്ലുകളോ അല്ലെങ്കിൽ ടോക്സിക്കായി നിൽക്കുന്ന എയറോ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്തില്ല, അവരുടെ കൂട്ടത്തിൽ നമുക്ക് 10 പ്രാവശ്യം അത് ചെയ്യും. ശരിക്കും സ്ട്രൈറ്റ് ആയിട്ടിരിക്കണോ? ഷുക്കൂർ ഇരിക്കും. ഫോണൊക്കെ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇലക്ട്രോണിക്സ് എല്ലാ സാധനങ്ങളും മാറ്റുന്നതാണ്. ഈ എല്ലാ ഇലക്ട്രോണിക്സ് മെഷീനറീസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻസിനും ഒരു ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്ത്, മാഗ്നറ്റിക് ഫ്രീക്വൻസി. അത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും അത് ബുദ്ധിമുട്ട് തന്നെ. അപ്പം നമ്മളിപ്പോൾ ചെയ്തു ഇവരൊക്കെ. എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ടോയില് ഈ വിരലിൻ്റെ താഴെയുള്ള ഭാഗം അത് മാത്രം ഭൂമിയിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ചേച്ചി സ്ട്രൈറ്റ് ആയിട്ടിരുന്നോളൂ. റെഡി? 1 2 3. എപ്പോഴാണ് കാലിന് ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് നിർത്താം. Okay, relax.
ഇത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത ഈ ഇത് എന്ന് പറയുന്നത് നമുക്ക് നട്ടലിന് പാരലായിട്ട് വരുന്ന രണ്ട് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിഡാപ്പിങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഹീലാണ് ഇതേപോലെ ടാപ്പ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ ബ്രെയിൻ നെർവസ് ഉണ്ടല്ലോ അതിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും അറിയാം ബ്രെയിൻ വേവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആർക്കും യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത്. അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ നമുക്ക് എപ്പോഴും സ്ട്രോക്ക് വരാമെന്നും അറിയില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കും ഇതിനെ പ്രവചിക്കാനൊന്നും പറ്റില്ല. പക്ഷേ BP നമ്മളുടെ കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വരും. അപ്പോൾ BP അണ്ടർ കൺട്രോളിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മളുടെ ബ്രെയിൻ വേവ്സ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ബ്രെയിൻ വേവ്സിന് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള വ്യായാമമാണ് അത് നമ്മൾ അടുത്ത് ചെയ്യാം. ഓക്കെ, ലേശം കയറിയിരിക്കാം. കാല് നിലത്തേക്ക് എത്തുന്നില്ലെങ്കിൽ കയറിയിരിക്കും, ഇങ്ങോട്ട് കയറിയിരിക്കും. ഓക്കെ, ശരി, സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ഇനി ഈ ഹീല് മാത്രമായിട്ട് ടാപ്പ് ചെയ്യാം. റെഡി? 1 2 എന്നാട്ടോ മനസ്സിൽ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം. എപ്പോൾ നിർത്തണം തോന്നണം അപ്പം നിർത്തിക്കോളൂ, ഒരു വിരോധമില്ല. കാരണം നമ്മളുടെ ശരീരത്തിനനുസരിച്ചുള്ള വ്യായാമം നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരാൾ ഓർമ്മം ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഒന്നും ആവശ്യമില്ല. നമ്മൾ മറ്റൊരാളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സ്വന്തം ശരീരം, സ്വന്തം ആവശ്യം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്താണ്. ഓക്കെ, റിലാക്സ്. ഏകദേശം നമുക്കൊരു സ്വിറ്റിംഗ് വരുന്നുണ്ടോ? ചെറുതായിട്ട് വേർക്കാൻ തുടങ്ങി. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെ ചെയ്തത്? കഴുത്താ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാവാനുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ശരീരം കാണിച്ചു. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് വരും. അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെക്ടിഫൈ ചെയ്യാനും കൂടിയിട്ടായിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത് വെച്ചെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നിൽക്കും. നമുക്ക് അസുഖങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് രോഗമുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ കാണിക്കുമ്പോൾ വിചാരിക്കുമോ അത് ചെയ്തിട്ട് തന്നെ വന്നേ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് മൈസൂർ പൂവൻ പഴം എന്ന് പറഞ്ഞാൽ അറിയില്ല. പാളയം കൂടെ മൈസൂർ പൂവൻ പറയുന്നത് ഇത് കഴിച്ച് ജലദോഷം വരുന്ന അറിയാം. അതിനകത്ത് എവിടെയെങ്കിലും ജലദോഷം വരാനുള്ള സാധനം എന്ത് തണുപ്പാണ്? ജലദോഷം കഴിക്കേണ്ട അറിയാം. അതാ പറയുന്നത്. എന്തിനാ അതിന് ജലദോഷം ഉണ്ടാക്കുന്ന ഒരു സാധനം എൻ്റെ അടുത്ത്. പക്ഷെ പ്രശ്നമുള്ളത് നമ്മുടെ ശരീരത്തില്ല. അതുകൊണ്ടാണ് അത് കഫം വരുന്നത്. കഫം ഇളക്കുന്ന സാധനമാണ്. എത്ര എണ്ണം വയറ് നിറച്ച് കഴിച്ചാലും നമുക്ക് പോലെ ഈ പ്രത്യേകിച്ച് ഷുഗർ ലെവൽ കൂടി ഈ ഫ്രൂട്ട് റോസിൽ സൂക്രോസ് കൊടുക്കാം. ഫ്രൂട്ടായിട്ടുള്ള എല്ലാ സാധനത്തിലും സൂക്രോസ് കൊടുക്കാം. തീരെ ഇല്ലാത്തതാണ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ റോബസ്റ്റിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അത് എത്ര ഷുഗറുള്ള ആൾക്ക് കഴിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷെ ഫ്രൂട്ട് റോസ് കഴിക്കുന്ന സമയത്ത്, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഷുഗർ ഉള്ളവർക്ക് അതിനെ എടുത്തിട്ട് ബ്ലഡിലേക്ക് കയറ്റി വിട്ടിട്ട് യൂറിനിലൂടെ പുറന്തള്ളും. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുന്ന എവിടെയാണ്? ബ്ലഡാണ്. അപ്പോൾ ഇത് ബ്ലഡിൽ കയറുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കുന്നത്? അയ്യോ ഷുഗർ കൂടി എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. ബ്ലഡിൽ ഷുഗർ അല്ല നോക്കേണ്ടത് യൂറിനിലൂടെ പോകുന്ന ഷുഗറാണ്. യൂറിനിലൂടെ കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. അതെന്താ ചെയ്യേണ്ടത്? ധാരാളം വെള്ളം കുടിച്ചാൽ മതി ഇല്ലേ? ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം കൊണ്ടല്ലേ എല്ലാ സാധനം കഴുകി വൃത്തിയാക്കില്ല. അതുപോലെ വെള്ളം കുടിച്ചാൽ മതി. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ പ്രശ്നമായിട്ട് ഷുഗറായിട്ട് നിൽക്കുമ്പോൾ
അത് രോഗമില്ലാത്തവരുടെ കാര്യമാണ്. രണ്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് രോഗങ്ങളൊന്നുമില്ലാത്ത ആൾക്ക് ഒരാൾ സ്വാഭാവികമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നില്ലല്ലേ, തീരെ ഉപ്പ് ഉപയോഗിക്കാത്ത ഒരാളല്ലേ വെള്ളം കുടിക്കുന്നത്. അയാൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. പച്ചക്കറിയിൽ വെള്ളമില്ലേ, ചോറ് വെച്ചാൽ വെള്ളമില്ലേ, സംശയമുണ്ടോ? ചോറ് വെള്ളമുണ്ടോ? ഇല്ലേ. പിന്നെ എങ്ങനെ അരി വലുതാവുന്നേ? അരി വെറുതെ വറുത്താൽ അത് വലുതാവോ? വലുതാവില്ലല്ലോ. മലര് പോലെ ആവും അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയല്ലേ വരിക. പക്ഷെ അതിൽ ആ ചോറാവണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. അപ്പൊ അതിൽ വെള്ളമുണ്ട്. അപ്പൊ ചോറിൽ വെള്ളമുണ്ട്. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിലും വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റു വാട്ടർ കണ്ടന്റിന് ആവശ്യമില്ല. ഉപ്പ് കഴിക്കുന്നില്ലേ, പക്ഷെ ഉപ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. കാരണം ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞിട്ടില്ല. എന്തിനത്? ഈ ഉപ്പിനെ കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിലും സോഡിയം ക്ലോറൈഡിന്റെ ചെറിയൊരു അംശമുണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് ടേസ്റ്റിന് വേണ്ടി തന്ന് അമ്മമാര് അത് നമ്മളെ പഴക്കിയത് കാരണം സോഡിയം പൊട്ടാസ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു വയസ്സായ ആൾക്കാർക്ക് സോഡിയം കുറഞ്ഞ പൊട്ടാസ്യം കുറഞ്ഞു അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നില്ല. സോഡിയം കുറഞ്ഞ പൊട്ടാസ്യം അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ആഹാരത്തിൽ ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഈ ഡൈജഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഡൈജഷൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സോഡിയത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ സോഡിയം കഴിക്കാഞ്ഞിട്ടല്ലല്ലോ. ഉപ്പിടാതെ ഒരാൾ ഭക്ഷണം കഴിക്കില്ലല്ലോ. കറിയിൽ ഉപ്പിടില്ലേ? നമുക്കൊരു ദിവസത്തേക്ക് ആകെ ആവശ്യമുള്ളത് 5 ഗ്രാം ആണ്. 3 മുതൽ 5 ഗ്രാം ഉപ്പേ ആവശ്യമുള്ളൂ. എങ്ങനെ എടുത്ത് നോക്കിയാലും 2 സ്പൂൺ കറി എടുത്ത് 5 ഗ്രാം ഉപ്പുണ്ടാവും ഇല്ലേ? പിന്നെ എങ്ങനെ നമുക്കത് ഉപ്പില്ലാതെ വരുന്നേ? ഇനി ഈ കറികളിൽ ഒന്നും ഉപ്പിട്ടില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയിലില്ലേ സോഡിയം ഇരിക്കും. പിന്നെന്താ സോഡിയം? നമ്മുടെ ഈ കഴിക്കുന്ന ആഹാരത്തിൽ ടോക്സിക് ആയി. അതെ, അങ്ങനെയല്ല. നമ്മളിതിപ്പോ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നേരത്തെ ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, എയ്ഡ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള വൈറസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കൊറോണ എന്ന് പറഞ്ഞാൽ എത്ര കാലം കേൾക്കാൻ തുടങ്ങി? ഈ അടുത്തല്ലേ കേട്ടത്. എല്ലാ മഴക്കാലം വന്നാലും നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറും. അതിന്റെ പേര് കൊറോണ തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനത്തിന്റെ പേര് നമ്മളിലേക്ക് അങ്ങ് ഇൻജെക്ട് ചെയ്ത് തരാം. അപ്പൊ ഈ കൊറോണ വന്നപ്പോ നമ്മൾ RT-PCR പഠിച്ചു, പിന്നെ എന്തൊക്കെ പഠിച്ച്, ക്വാറന്റൈൻ പഠിച്ചു, ലോക്ക്ഡൌൺ പഠിച്ചു. ഒരാൾക്ക് അതിലേ പോകാൻ പറ്റില്ല. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ ആരെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ തൊടാൻ പാടില്ല, തൊട്ടുകൂടായ്മ, തീണ്ടി കൂടായ്മ, ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നപ്പോ അതിന് ചെറിയ ചെറിയ പേര് വ്യത്യാസം വന്നു. പക്ഷെ നമ്മൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറ്. പണ്ട് നമ്മൾ ഇപ്പൊ തൊട്ടുകൂടായ്മൊന്നും പാടില്ല, എല്ലാവരും മനുഷ്യരാണ്, അങ്ങനെയുള്ള ആ ഒരു സ്ഥിതി വന്നെങ്കിലും പക്ഷെ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്കത് ശരിയായി, കുഴപ്പമില്ല. ആ നമ്മളിപ്പോ എന്താ നിനക്കെന്താ ജോലി? ഞാനിപ്പോ തെരുവില് പച്ചക്കറി കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ മറ്റേ ബ്രോക്കർ പണി എടുക്കുക എന്ന് പറയുമ്പോൾ ബ്രോക്കർ പണി തെരുവിൽ കച്ചവടം, അതിന് ഇംഗ്ലീഷിലേക്കാക്കി മാറ്റി നോക്കിക്കുക. അപ്പൊ ഒരു പ്രശ്നമില്ല ആർക്കും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താണ് ബിസിനസ് മാഗ്നറ്റെന്നോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പറയുമ്പോ ഇതെന്തൊരു വലിയ സംഭവമാണ്. സ്ട്രീറ്റ് വെണ്ടർ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവും. സ്ട്രീറ്റ് എന്നുള്ള വാക്ക് ചേർത്തിട്ടുണ്ട് അവിടെ പ്രശ്നമാണ്. ഫിനാൻഷ്യൽ അഡ്വൈസറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോ ഇതെന്തൊരു വലിയ സംഭവമാണ്, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇതിനൊക്കെ ഇംഗ്ലീഷിൽ പേരിട്ടപ്പോ നമ്മളിതൊക്കെ പറയാനും കേൾക്കാനും ചെയ്യാനും ശീലിച്ചു. അതാണ് ഉണ്ടായത്. അപ്പൊ ഈ പറഞ്ഞു വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അത് മോശവും വേറൊരുത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കേൾക്കുമ്പോൾ ഒക്കെ നല്ല കാര്യങ്ങളാണ്. അത്രയുള്ള ഇതിന്റെ വ്യത്യാസം. നേരത്തെയും ആളുകൾക്ക് സോഡിയത്തിനും പൊട്ടാസ്യത്തിനും കുറവുണ്ടാവും, പണ്ടുണ്ടായിരുന്നു.
പണ്ടുണ്ടാവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രിയും കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് ഈ സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറി ആണ്. സ്മോൾ ഇൻഡസ്ട്രി കറക്റ്റ് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പണ്ട് നമ്മൾ വിഷാംശമുള്ള ആഹാരം കഴിക്കുന്നത് വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് വിശക്കുമ്പോഴൊക്കെയാണ് നമ്മൾ പണ്ടൊക്കെ ആഹാരം കഴിക്കുക. അല്ലാതെ സമയാസമയം നോട്ട് ചെയ്ത് വെച്ചിട്ട് 7:30 ഇത്ര ഭക്ഷണം, 8:30 ഇത്ര, 11:00 ഇത്ര, ആ പരിപാടി ഉണ്ടായിരുന്നില്ല. വിശക്കുമ്പോൾ നമുക്കറിയാം. അതാണ് നമ്മുടെ ബയോക്ലോക്ക് പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പകരം നമ്മൾ തോന്നിയ പോലെയൊക്കെ പോയിട്ട് ഓരോന്നും തരുന്നതുകൊണ്ടാണ് ഈ സ്മോൾ ഇൻഡസ്ട്രിയിലൊക്കെ കേടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പണ്ട് കാലത്ത് നമുക്ക് അങ്ങനെ അത്ര അപൂർവമായിട്ടുള്ള കേസുകൾ ഇത് വരുള്ളൂ. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കണ്ടുപിടുത്തങ്ങൾ വളരെ കുറവായതുകൊണ്ടും ഇന്നിപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്നതുകൊണ്ടുമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സോഡിയം കുറവാണെന്ന് പറഞ്ഞാൽ സോഡിയം കുറേ കലക്കി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, സോഡിയം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും കാര്യമില്ല. ഞാൻ ഒരാളെ ഹോസ്പിറ്റലിൽ കാണുന്നു. അപ്പോൾ അയാളെ പ്രശ്നം സോഡിയത്തിന്റെ ഗുളിക തരുമ്പോൾ ആ ഗുളികയിൽ ഇത് അയഡൈസ്ഡ് ഗുളികയാണോ എന്ന് ചോദിച്ചു നോക്കായിരുന്നു. അല്ല, അയഡൈസ്ഡ് സോഡിയം ക്ലോറൈഡ് എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ അയഡൈസ്ഡ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ ആ പ്രദേശത്ത് എത്ര പേര് ഉപയോഗിക്കുന്നില്ല? ഒരാൾ. അയഡൈസ്ഡ് അല്ലാത്ത ഉപ്പല്ലേ കിട്ടും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിന്റെ ചോട്ടിലിടാനാണ്, തെങ്ങിന്റെ ചോട്ടിലിടാൻ പ്രിസർവേറ്റീവ് പർപ്പസിന് അങ്ങനെയൊക്കെ പറഞ്ഞാലേ തരുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാലേ തരുള്ളൂ. അക്വേറിയത്തിലിടാനെന്ന് പറഞ്ഞ് തരുന്നു. അതില് അയഡൈസിൽ ഇട്ട് കൊടുത്താൽ മീൻ ചത്തുപോയി. മനുഷ്യൻ നിന്നാ ചത്തുമില്ലേ? അത് പ്രശ്നമില്ല. മനുഷ്യന് കുറെ സമയം എടുക്കുന്നു. അല്ല, ചോദിച്ച സ്ഥിതിക്ക് അതുകൂടിയാണ് പറഞ്ഞു. നമ്മള് NaCl എന്ന് പറയും. നമ്മൾ സാധാരണ അറിയപ്പെടുന്ന സോഡിയം ക്ലോറൈഡ്, മറ്റേ റോക്ക് സാൾട്ട് എന്താ പറയുക, KCl. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടൊക്കെ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ സോഡിയം ക്ലോറൈഡ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് നശിച്ചു പോകണമെങ്കിൽ, മാത്രമല്ല ഡൈജഷൻ അത് സ്ലോ ആക്കാൻ, ബ്ലഡ് സർക്കുലേഷൻ സ്ലോ ആക്കും. പൊട്ടാസ്യം ക്ലോറൈഡ് നേരെ തിരിച്ചാണ്, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതാണ് പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് എല്ലാവരും പറയുന്നത്. ആ, ഹിമാലയൻ അതിന്റെ ബ്രാൻഡാണ്. അല്ല, ഹിമാലയൻ ബ്രാൻഡാണ്, അല്ലാതെ അത് ഹിമാലയൻ വരുന്നതല്ല, ബ്രാൻഡാണ്. ബാക്കി റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക് സാൾട്ട്, ഇന്ദുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഇതൊക്കെ ഒന്നുണ്ട്. പിന്നെ പിങ്ക് സാൾട്ട് അങ്ങനെയൊക്കെ പറയും. അതതിന്റെ കളർ വെച്ചിട്ടാണ് പിങ്ക് സാൾട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഏത് ഉപ്പ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മളിപ്പോ പരിചയിച്ചുകൊണ്ട് ഉപ്പ് കുറേശ്ശൊക്കെ ആവാം. ഇനി സ്ത്രീകൾക്ക് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാകും. സ്ത്രീകളല്ലാത്തവർ എത്ര പേര് പാചകം ചെയ്യുന്നുണ്ട്? അതെല്ലാവരും കൂടി പറഞ്ഞു. ഏത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പ് ആദ്യം ഇടരുത്, ഇറക്കി വെച്ചിട്ട് ഉപ്പ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറെ ഉപ്പ് ഇട്ടാലും ശരി, ഇനിയിപ്പോ ഒരു അല്പം അധികം ഇട്ടാലും ശരി, ആ ഉപ്പ് നിങ്ങൾക്ക് കറിയിലൊരു അല്പം കൂടുതലായിട്ട് തോന്നുമെങ്കിലും കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ടാവില്ല. ഈ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടുമ്പോൾ സാധാരണ ഇത്ര ഉപ്പിടണം, അല്ലെങ്കിൽ ഇറക്കി വെച്ച് എത്ര ഉപ്പിട്ടാൽ മതി. ഏതാ നല്ലത്? മാത്രമല്ല ടേസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ട് ഉപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇറക്കി വെച്ചതിന് ശേഷം ഇട്ടാലും കുഴപ്പമില്ല. എല്ലാറ്റിലും പറഞ്ഞു കറി നമ്മളിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വെന്ത് കഴിയുമ്പോൾ ചുമ്മില്ല. അപ്പൊ നമ്മുടെ കാഴ്ച ചുങ്ങാത്തപ്പോൾ നമ്മുടെ കാഴ്ച വ്യത്യാസം. അപ്പൊ അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ചുങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് അതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ പറയണം, നാവിൽ തൊടാൻ മാത്രമേ നമുക്ക് ഉപ്പിന്റെ ആവശ്യമുള്ളൂ. ടേസ്റ്റിന് മാത്രമേ നമുക്ക് ഉപ്പിന്റെ ആവശ്യമുള്ളൂ. അത് വിട്ടാൽ നമുക്ക് ഉപ്പിന്റെ ആവശ്യമില്ല.
ഇത് സോഡിയം കിട്ടാത്തത് അല്ല അത് കുറച്ചുകൊണ്ടുണ്ടെങ്കിലേ ഇത് നമ്മളെ ഉപ്പ് വരുന്ന സാധനം ഇല്ലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യില്ല, കുഴപ്പമില്ല, അങ്ങനെ വരുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഉപ്പായിട്ട് തന്നെ കഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിച്ച കാലത്ത് എന്നെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പാല്, മുട്ട, ഇറച്ചി, മീന് ഇതാണ് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. സമീകൃത ആഹാരം. സമീകൃത ആഹാരം എന്റെ പ്രായത്തിലുള്ള എല്ലാവരും അല്ലേ? നിങ്ങൾ ഇന്നത്തെ 7ാം ക്ലാസ് ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലല്ലോ. വായിച്ചോ, ഒറ്റ പ്രാവശ്യങ്ങളും വായിച്ചോല്ല. അതിൽ സമീകൃത ആഹാരം എന്നല്ല, ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഏറ്റവും നല്ല ഭക്ഷണം ഫ്രൂട്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് വെജിറ്റബിൾസ് ആണ്. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിഞ്ഞിട്ടാണ് ഈ ധാന്യങ്ങളിലേക്ക് കയറുന്നത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് പറയുന്നത്. അതും കഴിഞ്ഞാൽ പറയുന്നതാണ് ഒന്നും നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഇറച്ചി മീനും കഴിച്ചോളാൻ പറയുള്ളൂ. അപ്പൊ ഞാനും അവരും പഠിച്ചത് തമ്മിലുള്ള വ്യത്യാസം എന്താ? പക്ഷെ ഇന്നത്തെ തലമുറ നേരെ തീർച്ചയായി കഴിക്കും. അല്ല, അതിന്റെ കുഴപ്പം എന്താണെന്ന് അറിയാം. അത് അവരുടെ കുഴപ്പമില്ല, നിങ്ങളുടെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ പഠിച്ചത് തെറ്റാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തോളം നമ്മൾ പഠിച്ചത് തെറ്റാന്ന് മനസ്സിലായില്ലേ? നമ്മളല്ലേ അവരെ പഠിപ്പിക്കണേ, അല്ലാതെ അവരെല്ലാം പഠിക്കണേ. നമ്മൾ അവരെ പഠിപ്പിക്കണോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് അവർക്ക് ശ്രദ്ധിച്ചു കൊടുക്കണോ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഇറച്ചി മീനും മുട്ടയാണ് നല്ല ആഹാരം, ഇറച്ചി മീനും മുട്ടയാണ് നല്ല ആഹാരം, ഇറച്ചി മീനും മുട്ടയാണ് നല്ല ആഹാരം. ഇതെല്ലാം നമ്മൾ പഠിച്ചേ. അപ്പൊ കുട്ടികൾക്ക് അതല്ലേ കൊടുക്കുക. ഇനി ഈ ജനറേഷൻ മാറിയിട്ട് തിരിച്ചായി അതല്ല അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ അടിക്കും. കുറച്ച് കഴിഞ്ഞാൽ പറയും അമ്മ പഠിച്ചൊക്കെ തെറ്റാട്ടോ, ഞങ്ങൾ ഇന്നതാ പഠിപ്പിച്ചിരിക്കണേ, ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ല ആഹാരം എന്ന് പഠിപ്പിക്കണേ, ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതാണ് നല്ല ആഹാരം, ഇതാണ് വേണ്ടത് എന്ന് കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ പറഞ്ഞു തുടങ്ങും. ഇപ്പൊ കുറച്ച് പേര് മില്ലറ്റിനെ കുറിച്ചും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മില്ലറ്റ് നല്ല ആഹാരമാണ്, ധാന്യങ്ങളെക്കാൾ നല്ലതാണ്, ധാന്യങ്ങളെക്കാൾ നല്ലതാണ് ചെറുധാന്യങ്ങൾ. അത് എന്തുകൊണ്ടാണ് പറയണമെന്നറിയോ? ഈ ചെറുധാന്യങ്ങൾ കഴിച്ചിട്ടാണ് പറവകൾ പോണേ. നമുക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അല്ലാതെ ചെറിയില്ലാത്തതുകൊണ്ട് മാത്രമല്ല, നമ്മളത് കഴിക്കണില്ല, മില്ലറ്റ് കഴിക്കണില്ല. പറവകളെ എവിടെ ഏതാ? ചാമയാണ്. റാഗി, ചാമ ഇത് രണ്ടുമാണ് നമ്മൾ കേരളത്തിലുള്ളവർ സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതൊരു പരിധി വരെ കുട്ടികൾക്കൊക്കെ കൊടുത്തിരുന്നു. ചാമയൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ പഞ്ഞം വന്ന കാലത്താണ്. പഞ്ഞം കഴിഞ്ഞപ്പോൾ തീർന്നില്ലേ? ഈ ചാമയും ഈ മില്ലറ്റിന്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോ വെള്ളം കിട്ടിയില്ലെങ്കിലും അത് ഒരുമാതിരി വെള്ളം കൂടിയാൽ ഇത്തിരി പ്രശ്നമുണ്ട്. കാരണം ചീഞ്ഞു പോകാതെ നോക്കണം. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് അതിൽ രാസവളം ഇടാൻ പറ്റാത്തത്. രാസവളം ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചീഞ്ഞു പോകും. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു പരിധി വരെ ഓർഗാനിക് ആയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇനി അതല്ലാതെ വളരെ ഡൈല്യൂട്ട് അല്ല, വതച്ചു കൊടുത്താണ്, മണല് ചേർത്തിട്ട് വതച്ചു കൊടുത്താണ്. എള്ള് വതയ്ക്ക എങ്ങനെയാണ്? അതെ, എള്ള് വതയ്ക്കുമ്പോ എള്ളായിട്ട് എടുത്തിട്ട് എറിയലല്ലേ മണല് ചേർത്ത്. കാരണം എന്താ വെച്ചാൽ ഇത് വാരിട്ട് ഒറ്റ ഏറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എള്ളു വാരി ഒറ്റ ഏറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് പോലെയാണ് വലുതാവും, ഒറ്റ കായ ഉണ്ടാക്കുക. അപ്പൊ അത് വിഘടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ പൊട്ടാസ്യം കുറഞ്ഞാലും സോഡിയം കുറഞ്ഞാലും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചികിത്സകൻ എന്നുള്ള രീതിയിൽ സ്മോൾ ഇൻഡസ്ട്രീനെയാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പറ്റൂല്ലോ, എന്ത് കുഴപ്പം? തെങ്ങിന് തിന്നാച്ചാൽ നമുക്കും തിന്നാം. ചളി ഉണ്ടാവും കടലിൽ നിന്ന്. അല്ല ഈ ഉപ്പല്ല, ഉപ്പോട്ടെ, ഈ ഉപ്പ് ഉണ്ടാക്കണമെന്ന് എല്ലാ ചളിയും വന്ന് അഴിയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ എന്തെന്നെ ചെയ്താലും അതിനകത്ത് ആ അംശം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണം. വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ സമൂഹം മൊത്തം നന്നായിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരുപക്ഷെ നിങ്ങളെ ഓർത്ത് കുറച്ച് ആൾക്കാർ പിന്തുടരും. ഞാനിപ്പോ ഈ പറയുന്നത് ഈ ഭിത്തികൾ, നിങ്ങൾ ആരുമില്ലെങ്കിൽ ഈ ഭിത്തികൾ കേൾക്കുന്നതാണ്. ഇത് പിന്നീട് ആരെങ്കിലും കേൾക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ്.
ഞാൻ എത്രയോ ക്ലാസ്സുകളിൽ എവിടേക്കോ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വഴിയിൽ നിന്ന് അവർ കാണുമ്പോൾ പറയും, സാറേ നിങ്ങൾ എന്ന് സാറ് പറഞ്ഞെന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നു. ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയിട്ട് ക്ലാസ് എടുത്തു. ഈ പെൻഷനേഴ്സ് സംഘം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അതിൽ പോയിട്ട് ക്ലാസ് എടുത്തിട്ട് പിന്നെ അവരെ ഞാൻ വേറൊരു ചടങ്ങിൽ വെച്ച് ഇതേപോലത്തെ ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം എന്നെ കണ്ടപ്പോൾ എന്നൊക്കെ ആക്കിയത്. സാറിന് ഓർമ്മ വരിക എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും സാധനം കഴിക്കാതിരുന്നാണ്. ഞാൻ പറഞ്ഞു ചായ കുടിക്കരുത്, ചായയിൽ ഇതിനൊക്കെ വിഷമുണ്ട്. പിന്നെ എണ്ണക്കടികൾ ഹോട്ടലിൽ കഴിക്കണമെങ്കിൽ നിങ്ങൾ ആ എണ്ണക്കടികൾ മേടിക്കുമ്പോൾ ഒറ്റ കാര്യം ആലോചിക്കുക, ആ ചീഞ്ചട്ടി കഴുകിയിട്ട് എന്നാണോ ഹോട്ടൽ തുടങ്ങി 1942 തുടങ്ങിയിട്ടെങ്കിൽ അന്നത്തെ ചളി വരെ അതിനകത്തുണ്ടാവും. ഒരിക്കലും കഴുകില്ല. ആ എണ്ണ മാറ്റിയിട്ടുണ്ടാവില്ല, കയ്യിൽ ആ എണ്ണ മാറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ സാധനം മേടിച്ച് കഴിച്ചാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വയറ് ശരിയാവില്ല. അതുപോലെ നിങ്ങൾ ഫ്രഷായിട്ട് സാധനം മേടിച്ചുണ്ടാക്കി കഴിച്ചോളൂ പറഞ്ഞു. ഇത് കേട്ടിട്ടാണ്. അപ്പം ഈ ചായക്കടയുടെ മുമ്പ് കൂടെ പോകുമ്പോൾ ചായക്കട എത്ര കാലം പഴക്കണമെന്ന് അവർക്കറിയാലോ. അപ്പം അത്രയും കാലത്ത് എങ്ങനെയുണ്ടെന്നല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചീഞ്ഞിട്ട് കഴിക്കുന്നത്? ഒരു കാരണവശാലും കഴുകില്ല. കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് മണം വരില്ല. ചുമയുള്ളതാണ്. ഇല്ലല്ലോ. ഓക്കെ, റിലാക്സ് ആയി. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചു. അപ്പം നമ്മൾ 2 തരത്തിൽ ടാപ്പ് ചെയ്യാൻ പഠിച്ചു. 2 തരത്തിലുള്ള ടാപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു. അത് 3 ആൾക്ക് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു. ഓരോന്നായിട്ട് തന്നെ ചെയ്യണം. ഒരുമിച്ച് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. കുറച്ച് ദിവസമായിട്ടുണ്ട് ഈ തൊണ്ടയ്ക്ക്. ഇനി നമ്മളിപ്പോ ടോവും ഹീലുമാണ് ചെയ്തത്. ഇനി മൊത്തം ഇത് നമ്മളുടെ ഏത് ഭാഗത്തിനാണ് എഫക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്റ്റൊമക്കിലേക്കാണ്. സ്റ്റൊമക്കിനെയാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. അത് നമ്മളുടെ ഇതിനെ വെർട്ടിബ്രയുടെ സൈഡിൽ കൂടെ വരുന്ന 2 ബുദ്ധിമുട്ടത്.
അപ്പോൾ ഈ രണ്ട് കാലം ഓപ്പൺ ആയിട്ട് ആൾട്ടർനേറ്റ് ആയിട്ടാണ് 1, 2, 3 ഇപ്പൊ വേർത്തില്ലേ? വേർത്തല്ലോ അല്ലേ? ഓക്കെ, റിലാക്സ്. കണ്ണടച്ചിട്ട് ശ്വാസം എടുക്കുന്നു വിടുന്നു മാത്രം ശ്രമിക്കും. ഓക്കെ, എത്ര മിനിറ്റ് റിലാക്സ് ആവുന്നു? നമുക്ക് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ. ഒരു കാര്യം, അവിടെ പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞാൽ ചുമക്കുന്നു പറഞ്ഞാൽ അവിടെ നിന്നൊരു അരിഷ്ടം മേടിച്ചിട്ട് ഒരു ലേശം കഴിച്ചാൽ അപ്പൊ ആ തൊണ്ടയുടെ ഇത് ചെയ്തപ്പോൾ ഇളകിയതാണ്. അൻപത് പ്രാവശ്യം വെച്ച് ചെയ്യുന്ന വേർക്കാത്തോടെ ആരും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് 50 പ്രാവശ്യം വെച്ച് ചെയ്യിപ്പിക്കാത്തതെന്താണെന്നറിയാം. നാളെ നീച്ച നടക്കില്ല. കാരണം ഇളകും. ശരി, ഇളകിയിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ തോന്നി ഇന്നത് അറിയില്ല. ഇന്ന് നല്ല ഉന്മേഷമൊക്കെ തോന്നും. പക്ഷെ നാളെ അപ്പൊ എന്തെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തീർച്ചയായിട്ടും ചെയ്യണം. കാലത്ത് ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എഴുന്നേറ്റ് നടക്കാൻ ഇത്തിരി പാടാം. ഉറക്കം വന്നിട്ട് ഇങ്ങനെ കൂട്ടുമായിട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇനി എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് അപ്പം നമ്മൾ വലത്ത് മൊബൈലൊക്കെ മാറ്റി വെച്ചു. അപ്പം നമ്മൾ വലത്തെ കൈ വലത് ഭാഗത്തും ഇടത്തെ കൈ ഇടത് ഭാഗത്തല്ലേ വെച്ചിരിക്കും. ഇടത്തെ കൈയിൽ നീട്ടി ബാക്കിലേക്ക് ഇരിക്കും. ഇനി വലത്തെ കൈ ഇങ്ങോട്ട് പിടിക്കുക. ഇനി വീണ്ടും തിരിക്കുക. വീണ്ടും ഈ കൈയിൽ നീട്ടി പിടിക്കുക. അങ്ങനെ മാക്സിമം തിരിയാൻ പറ്റാവുന്നിടത്തോളം തിരിയുക. പിന്നെ റിലാക്സ് ചെയ്ത് തിരിച്ച് പിന്നെ ഇപ്പുറത്ത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അടുത്ത കൈ രണ്ടാമത് കയറ്റി തിരിച്ചു വരിക. ഒരു പരിധി വരെ ഹിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഹിപ്പ് വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു ഒരു 2-3 പ്രാവശ്യം ചെയ്യാമല്ലോ അല്ലേ? കഴിയും. ഇരുന്നോ? ഓക്കെ, 1
then relax. Other side. Then relax. Window, no. Okay, relax. Other side, opposite side. Relax. Okay, relax. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എനർജറ്റിക് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് ശരീരം മാറിയിട്ടുണ്ടാകും. ഇനി നിങ്ങൾ 3 പേരും കൂടി ആദ്യത്തെ 2 നടന്നില്ലാന്നോ നമ്മുടെ ഈ കാലിൻ്റെ ടോയിൽ ഈ ഭാഗം ആ ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ ടാപ്പിംഗ് ആൾട്ടർനേറ്റീവ് ഓക്കെ റിലാക്സ്. ഇത് ചെയ്യുമ്പോൾ ഗ്യാസൊക്കെ പുറത്ത് കൂട്ടും. ഗ്യാസ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് പുറത്ത്. ഇനി ഇതേപോലെ തന്നെ ഹീൽ കാലിൻ്റെ റെഡി. കയ്യിൽ സപ്പോർട്ട് ചെയ്തിട്ട് വേണോ കയ്യിൽ സപ്പോർട്ട് ഇല്ലാതെ വേണോ? ഈ കൈയുള്ള കസേരയിലാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഇത് നിർത്തി കൈയില്ലാത്ത കസേരയാണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് ചെയ്യുക. സീറ്റിങ്ങിൻ്റെ അടുത്തായിട്ട് കയ്യിലുള്ള കസേര ഉപയോഗിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ തിരിയാനുള്ള എളുപ്പത്തിൽ. ഇത് കുറേ കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിയാൻ അതില്ലാതെ തന്നെ പറ്റും. ഇപ്പോൾ ഒരു വാരിക്കൊരു വാരിക്ക് മാത്രമല്ല ഇവിടെ മുതൽ മൊത്തം നമുക്ക് ഫ്ലെക്സിബിൾ ആവും. ഇത് കുറച്ചൊരു 10-41 ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിഞ്ഞു. ഇപ്പം ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ശരി പറഞ്ഞു. ആദ്യം ടാപ്പ് ചെയ്യാൻ പറഞ്ഞത് എവിടെയാണ്? ടോലല്ലേ. ടോ നമുക്ക് ഈ ടാപ്പ് ചെയ്യുമ്പോൾ ഗുണം വരുന്നത് വെർട്ടിബ്രയ്ക്ക് നട്ടെല്ലാം പാരലായിട്ട് വരുന്ന 2 ഞരമ്പുകളിൽ അതിനാണ് ഗുണം ചെയ്യുന്നത്. അതിൽ നമുക്ക് എയർ ബ്ലോക്ക് ഉണ്ടാവാം, ഗിയർകെട്ട് ഉണ്ടാവാം, ഈ ടോക്സിക് സെല്ലുകളുടെ അക്യുമുലേഷൻ ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുന്നതിനെ ഈ ഇതിങ്ങനെ ടാപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുറേശ്ശെ ഇത് റിമൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ കൈക്ക് കാലിനൊക്കെ പിടുത്തുണ്ടെങ്കിലുണ്ട് അതൊക്കെ പതുക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ എടുത്ത് പുറത്തേക്ക് കിട്ടും. നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു പരിധി വരെ നമ്മൾ ഒരുപാട് രോഗങ്ങൾ സപ്രസ് ചെയ്തിട്ടാണ് കൊണ്ട് നടക്കുന്നത്. നമ്മുടെ ഡെയിലി റൂട്ടീൻ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എടുത്ത് പുറത്തേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് രോഗം വന്നു. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും കൂടി അത് തന്നെ ചെയ്യണമെന്നുള്ളതാണ്. അല്ലാതെ കാൽമുട്ട് കംപ്ലൈൻ്റ് ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്ക് ചെയ്താൽ പ്രശ്നമാണ്. കാൽമുട്ട് മിക്കവാറും പേർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നത് ഇതിനകത്തുണ്ടാകുന്ന ഫ്ലൂയിഡ് കുറഞ്ഞിട്ടാണ്. സൈനൽ ഫ്ലൂയിഡ് കുറയുമ്പോഴാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാവുക. അവർക്കിത് ചെയ്യാൻ പറ്റും. കാരണം അത് അടിക്കുമ്പോൾ ചിലപ്പോൾ കാറ്റിലൊക്കെ പോകും. അതിനുള്ളിൽ ചെയ്യും. വളരെ ടെൻഡറായിട്ടുള്ള സാധനമാണ്. ചിലപ്പോൾ പോകും.
പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ കാര്യം ഇങ്ങനെ വന്നു കയറും. കാരണം അത് ഒരു സുപ്രധാനമായിട്ടുള്ള അവയവമാണ് കാർട്ടിലർ എന്ന് പറഞ്ഞത്. അതിനൊക്കെ എടുത്ത് മുറിച്ച് കളഞ്ഞിട്ട് ചുരണ്ടി എടുത്തിട്ടാണ് വേറെ 2 പ്ലേറ്റ് തിരിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ അത് ഇല്ലാതെ തന്നെ നമുക്ക് അവർ പതുക്കെ വേറെ എന്തെങ്കിലും ചികിത്സകളൊക്കെ ചെയ്തിട്ട് എടുത്ത് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ കാർട്ടിലർ പൊട്ടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർട്ടിലർ പൊട്ടിയിട്ടുള്ളതാണ് ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അയാൾ നടക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കർ ഉപയോഗിച്ച് നടക്കുന്നുണ്ട്. അയാളുടെ കംപ്ലീറ്റ് ബെഡ് റിഡൺ ആവുമെന്ന് പറഞ്ഞ കേസാണത്. ഇപ്പോഴും ഇത്തിരി പ്രായമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാനത് പൊട്ടിനെക്കാട്ടിലും അവരോട് പറഞ്ഞു, നിങ്ങൾ വന്ന് ചികിത്സിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നപ്പോൾ ഞാനിങ്ങനെ നട്ടലിങ്ങനെ തടവി നോക്കി. അപ്പോൾ അവർ നട്ടലിരിക്കുന്നത് സിഗ്സാഗ് എന്ന് എഴുതിയ പോലെ. പൊതുവെ നമ്മുടെ നട്ടലിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വളവുണ്ട്, എസ് എന്ന് എഴുതിയ പോലെ ഒരു ഇതങ്ങനെയല്ല, ഇങ്ങനെ ഇരിക്കണം, സിഗ്സാഗ് എന്ന് എഴുതിയ പോലെ. അപ്പം ഞാനത് പറഞ്ഞു. അപ്പം തന്നെ അപ്പോൾ അവർക്ക് സംശയം തോന്നി. സംശയം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സ്റേ എടുത്തിട്ട് പോകാം. അങ്ങനെ പിന്നെ അവർ പോയി. എന്താണെന്ന് വെച്ചാൽ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പേരക്കുട്ടി വന്ന ആൾ, ഒരു പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ മകളുടെ മകൻ MBBS ഡോക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതല്ല അതിന് മരുന്ന് എന്തെങ്കിലും കഴിക്കാനായി. അങ്ങനെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ആള് കാർട്ടിലർ പൊട്ടിയൊക്കെ വീണു. അമ്മമ്മയാണ് പൊട്ടി വീണ് നിന്ന് വീഴ്ത്തി കഴിഞ്ഞപ്പോൾ പേരക്കുട്ടികൾ കൈ കഴിയും. രക്ഷയില്ല, എന്താ ചെയ്യാൻ അറിയില്ല. ഒരു ദിവസം രാത്രിയായപ്പോൾ 10 മണി കഴിഞ്ഞു, 10:30 കഴിഞ്ഞു. സാധാരണ രീതിയിൽ 10:30 കഴിഞ്ഞ് ഞാൻ ഫോൺ എടുക്കാറില്ല. വിളിച്ചപ്പോൾ ഞാൻ ഇയാളാണെന്ന് കണ്ടപ്പോൾ എനിക്ക് നേരത്തെ ഇയാളെ പരിചയമുണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ട് ഇയാളാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഫോൺ എടുത്തു. എന്ത് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുന്നു, ഹലോ, ഇനി അത് ഞാൻ ക്ലാസ്സിലാണ്. ഉറപ്പായോ? അതെ. ശരി, ടിക്കറ്റ് നോക്കിയിട്ട് എടുക്കാം. അത് കുഴപ്പമില്ല. പിന്നെ നീ ഇന്ന് വരുന്നുണ്ടോ? ശരി, അപ്പം ഒരു കാര്യം ചെയ്യും. ഞാൻ അവിടെ കുറച്ച് മരുന്ന് കൊണ്ടുവച്ചതേ, കുറുമ്പൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തിട്ട് വരാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് വാ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എത്ര പ്രാവശ്യം പോകുമ്പോൾ എടുത്തിട്ട് വാ. ഇന്ന് വരില്ലേ? ശരി. ഞാൻ മോനും കൂടി ഇന്നലെ പോയി, കുട്ടി പോയത്. ഞാനിട്ട് ക്ലാസ്സിലായിരുന്നു തിരിച്ചു പോയി. രാത്രി 10 മണിയായിരുന്നു. അതിനെ ട്രെയിനിൽ എന്റെ മുമ്പിലായിരുന്നു കോവിൽപ്പെട്ടി. എന്നിട്ട് ഇവര് എല്ലാരും ഒഴിവാക്കി. രാത്രി 10:11 മണിക്ക് വിളിച്ചപ്പോൾ ഞാൻ എന്താണോ നമ്മൾ പേടിച്ചിട്ടോ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അമ്മ ഉറങ്ങണില്ല, എന്തേ ചോദിച്ചു. അമ്മയുടെ കാലിൽ വീണിട്ട് പൊട്ടിയിരുന്നു, കാർട്ടിലർ പൊട്ടി പറഞ്ഞു. 3 ദിവസമായി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല വീട്ടിൽ. ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു, വേദനിച്ചിട്ട്. കാരണം അമ്മ വേദനിക്കുമ്പോൾ കരയും, അപ്പോൾ പെയിൻ കില്ലർ എടുത്തു. അത് ഏറ്റവും വലിയ പെയിൻ കില്ലറാണ്. അങ്ങനെ സ്ലീപ്പിംഗ് പിൽസ് വരെ കൊടുത്തിട്ട് പെയിൻ കില്ലറും സ്ലീപ്പിംഗ് പിൽസും കൂടി കൊടുത്താൽ നമ്മളൊരു 3 മണിക്കൂർ ഉറങ്ങും. അതെങ്ങനെ ഇരുന്നിട്ട് ഇരിക്കണമെങ്കിൽ ഒരാളിങ്ങനെ പുറം കൊടുത്ത് ചാരിട്ട് ഇരിക്കണം. അമ്മയ്ക്ക് ഉറങ്ങാൻ ഒരാൾ മാറി മാറി ചാരി ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെയാണ് അവസ്ഥ. എന്താ ചെയ്യാൻ വെച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു തുണി നനച്ച്, നമ്മൾ സാധാരണ തുണി നനച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും കേൾക്കില്ല. പക്ഷെ ഇയാൾക്ക് എന്നെ വിശ്വാസമുണ്ട്. കാരണം എനിക്ക് നേരത്തെ പരിചയമുള്ള കാരണം കൊണ്ട് ഇയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു കോട്ടൺ തുണി വെള്ളത്തിലെടുത്തിട്ട് നനച്ചിട്ട് മടക്കിയിട്ട് അമ്മയുടെ കാലിൽ ചുറ്റി കെട്ടി കൊടുക്കുക. അങ്ങനെ ഞാനിങ്ങനെ ഫോൺ വെച്ച്
അങ്ങനെ കിടന്നു. 5:30 വിളിച്ചു. ഇന്നലെ എല്ലാവരും ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വരികയാണ്. എന്നെ വിളിച്ചോളുന്നവരാണ്. 5:30 എന്നെ വിളിച്ചോളുന്നത്. കാരണം ഇവർ 11 മണിക്ക് വിളിച്ചപ്പോൾ എൻ്റെ ഉറക്കം പോയല്ലോ. പിന്നെ ഞാൻ 2 മണി കഴിഞ്ഞിട്ട് കിടന്നത് ഉറങ്ങിയത്. അപ്പോൾ എനിക്ക് നേരത്തെ നീക്കാനും പറ്റില്ല. 5:30 വിളിച്ചോളൂ. ഞങ്ങളെല്ലാവരും ഒന്ന് വരികയെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചു. ഇന്നലെ എല്ലാവരും നമുക്ക് സുഖമായിട്ട് ഉറങ്ങി. നല്ല വ്യത്യാസം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്നതിനേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നട്ടലൊന്ന് എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ നട്ടലിൽ എക്സ്റേ എടുക്കാൻ വേണ്ടി വിട്ടാക്കി. അവിടെ ചെന്നപ്പോൾ അവർ തമ്മിൽ ഭയങ്കര നട്ടലിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞാലും കാലിൻ്റെ ഇവിടെ അല്ലേ നീര്, കാലിൻ്റെ ഇവിടെ അല്ലേ നീര്, പിന്നെ എന്തിനാ ഇവിടെ എടുക്കുന്നതെന്നാണ്. അവൻ തമിഴനാണ്. അവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം പറഞ്ഞ് ഡോക്ടറെ വിളിച്ചു കൊടുക്കാണ്. അങ്ങനെ എന്നെ വിളിച്ചു. സാറേ എന്താ പക്കം എന്താണ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ എന്താ പക്കം കൊണ്ടുപോകുന്നത് നമ്മൾ ഞാൻ പറഞ്ഞ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അവർ വേറെ വിട്ടാക്കോ. അല്ല സാർ അപ്പടിയില്ല അപ്പടിയില്ല. ശരി എടുത്തിട്ട് വിട്ടാക്കി പറഞ്ഞു. എടുത്ത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലിനിക്കിൻ്റെ മുമ്പിൽ അന്ന് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡ് അവിടെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെ റെപ്രസെൻറ്റേറ്റീവ് ഇത്രയും ഒരു കെട്ടി ബുക്കായിട്ട് സാറിന് എങ്ങനെ മനസ്സിലായി ചോദിച്ചു. ഞാൻ പഠിച്ചത് നിങ്ങൾ പഠിച്ചതല്ല ഞാൻ പഠിച്ചത് മാത്രം പറഞ്ഞു. അതൊന്നും പറഞ്ഞു. ഒറ്റക്കെട്ട് ബുക്കുണ്ട്. അത് സാറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ റെഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് മനസ്സിലായി. നട്ടലിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നട്ടലിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ അല്ലെങ്കിൽ നട്ടലിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് കൈക്കും കാലിനുമാണ്. ഒരു നമ്മളുള്ള ഏതെങ്കിലും ഒരു കശയിൽ ബൾജ് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഏതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. ബ്ലഡ് സർക്കുലേഷൻ നടന്നില്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കില്ല. അതിനകത്തേക്കുള്ള സൈനിക ഫ്ലൂയിഡ് ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് ഇത് പഠിച്ച ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അങ്ങനെ വന്ന് അവർ 2 മാസം എൻ്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം മാർക്കെല്ലാം നടക്കാറ്. നീരൊക്കെ പോയി. അതുകൊണ്ട് അവർക്ക് കിട്ടിയത് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, എല്ലാം നട്ടല് കുറച്ച് ശരിയാക്കി. പൊട്ടിയും കിട്ടിയില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊട്ടിയത് ഒരിക്കലും ഒന്നും ചെയ്യില്ല. വീണതുകൊണ്ടല്ല, അത് പൊട്ടിയിട്ടാണ് വീണത്. നമസ്കാരം സാർ, പറയും. ആ ഹലോ, ഓക്കെ, താങ്ക് യു. എന്താണ് അത് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത്. ഓക്കെ ഓക്കെ ഞാൻ വെറുതെ അല്ലേ കൂട്ടിയിട്ട് വന്നത്. ഓക്കെ ശരി ശരി. ആ ആ തിരുവാരൂർ. ഇല്ല, ഞാൻ എന്നോട് പറഞ്ഞു. കാര്യം ഇത് പറഞ്ഞിരുന്നു. പറഞ്ഞു ആ ഞാൻ ഇന്നൊരു ക്ലാസ്സിലാണ്. ശരി ശരി. ആ ഓക്കെ. ആ മോൻ PhD കിട്ടിയിട്ടുണ്ട്. തിരുവാരൂർ ഇന്നലെ വിളിച്ചു. ഇപ്പോൾ വിളിച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. കച്ചേരിയുണ്ട്. ആ അയാൾ MA വോക്കൽ കഴിഞ്ഞാണ്. അപ്പോൾ നെറ്റ് എഴുതിയപ്പോൾ അതിൽ കുറച്ച് പേർക്ക് JRF കൊടുക്കും. പിന്നെ അതിൽ JRF കിട്ടി. JRF പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അതാണ്. അപ്പോൾ ഇപ്പോൾ അവൻ ജൂനിയർ പ്രൊഫസറാണ്. ഇനി PhD എടുത്തു കഴിഞ്ഞാൽ പ്രൊഫസറാണ്. സെലക്ട് ആയി. ഇനി PhD 5 വർഷം അങ്ങനെ PhD എടുക്കും. മ്യൂസിക്കിൽ തന്നെ മ്യൂസിക് തെറാപ്പി. കുട്ടികളുടെ അസുഖമാണ്. ആ കുട്ടികളിൽ അസുഖം മാറാനല്ല, നമ്മൾ അല്ല ഒരു കുട്ടി ജനിച്ചത് മുതൽ 12 വയസ്സ് വരെ ജനിക്കുന്നത് മുതൽ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നത് മുതൽ
ഈ കുട്ടിക്ക് ഒരു 12 വയസ്സാവുന്നവരെയാണ് ബാല്യകാലം. ഈ ബാല്യകാലത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംഗീതത്തിലൂടെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? അറിയാലോ, മഹാഭാരതം നമ്മുടെ കൃഷ്ണന്റെ അർജുനന്റെ മകൻ അർജുനന്റെ ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ പോയിട്ട് ഇങ്ങനെ കൈവച്ചാൽ, അച്ഛൻ പോയിട്ട് കൈവച്ചാൽ അമ്മയുടെ വയറ്റിന് കുട്ടികളാണ്. 5 മാസം 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് കുട്ടികളാണ്. ഡോക്ടർ കൈവച്ചപ്പോൾ അറിയില്ല. എന്ത് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആലോചിച്ചാലും ഇനിയിപ്പോൾ ഒരു രണ്ടാമത്തെ കുട്ടിയെ വിളിക്കാം, മൂത്ത കുട്ടി പോയിട്ട് എവിടെയെങ്കിലും പോയി നിന്നാണ് അങ്ങനെ കളിക്കാൻ. മൂത്ത കുട്ടി എൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തൊടുക പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മതി, സംസാരിച്ചാലേ ഉള്ളൂ. മൂത്ത കുട്ടി സംസാരിക്കുമ്പോൾ പോലും അതാണ്. അപ്പം അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ സംഗീതത്തിലൂടെ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ഓരോ അവസ്ഥയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുമ്പോൾ അത് അമ്മയുടെ ടേസ്റ്റ് അനുസരിച്ച് കുട്ടികളിലേക്ക് അപ്പോൾ നമ്മൾ പാരമ്പര്യം എന്ന് പറയും. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചത് മുതൽ 2.5 വയസ്സ് വരെ കുട്ടിക്ക് എന്താണ് വളരുന്നത് അറിയുമോ? കുട്ടിക്ക് നടക്കാനും മറ്റു കാര്യങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റീസിന് വേണ്ട അവയവങ്ങളാണ് വളരുന്നത്. ഇതൊക്കെ കുറേ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. 2.5 വയസ്സ് വരെ കുട്ടികളുടെ ആക്ടിവിറ്റീസിന് വേണ്ട കൈകാലുകളുടെ വളർച്ചയും ഉണ്ടാകും. 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ബ്രെയിൻ വളരുന്നത്. ഏറ്റവും കൂടുതൽ ബ്രെയിൻ വളരുന്നത് 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. അവിടെയാണ് ഈ മഹാപാർവകൾ കൊണ്ടുപോയിട്ട് വാക്സിനേഷൻ കൊടുക്കുന്നത്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിക്ക് നിങ്ങളൊക്കെ പ്രസവിച്ചവരെ ഒരു കുട്ടിക്ക് എത്ര വയസ്സ് വരെ പാല് കൊടുക്കാം? കുട്ടികളൊക്കെ ഉണ്ടായി 3 വയസ്സ് വരെ. സ്ത്രീകളുടെ ഭക്ഷണം 3 വയസ്സ് വരെ. ഒരാളും കൂടി ഇല്ല, ആരോടും ചോദിച്ചു. ശരിയായോ? രമിക്ക് എത്ര കുട്ടികളുണ്ട്? 2 പേര്. ഒരു കുട്ടിക്ക് എത്ര വയസ്സ് വരെ പാല് കൊടുക്കാം? എത്ര വരെ വേണമെങ്കിലും കൊടുക്കാം. എന്നാലും എത്ര വയസ്സ് വരെ കൊടുക്കാം? 5 വയസ്സ്. 5 വയസ്സ്. അപ്പൊ 3 വയസ്സ് 5 വയസ്സ്. ഇനി വേറെ ആർക്കെങ്കിലും? 2 വയസ്സ്. ഇനി ഞാൻ പറയാം, ഒരു കുട്ടിക്ക് മാക്സിമം പാല് കൊടുക്കേണ്ട പ്രായമെന്ന് പറയുന്നത് 6 വയസ്സ്. നമ്മളുടെ ശരീരത്തിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ തൈമസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി, ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് 6 വയസ്സ് വരെ. 6 വയസ്സിന് ശേഷം പാല് കൊടുത്തിട്ട് കഴിയും. അത് മനുഷ്യൻ്റെ ആയാലും ശരി, മൃഗത്തിൻ്റെ ആയാലും ശരി. പിന്നെ ഒരു കുട്ടിക്ക് നിങ്ങൾ എത്ര കാലം പാല് കൊടുത്തോ അതേ × 20 അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയുടെ കാലം. അപ്പോൾ നിങ്ങൾ 1 വയസ്സ് വരെ കൊടുത്തോളൂ ചെയ്യും. 1 × 20 എത്ര വയസ്സാണ്? 20 വയസ്സ്. അവൻ്റെ പ്രതിരോധ ശേഷി 20 വയസ്സ് വരെ. 2 × 20 40. 6 × 20 ഒരു പുരുഷായുസ് എത്ര വയസ്സാണ്? ഇതൊക്കെ ലിങ്ക്ഡാണ്. നമ്മളുടെ എല്ലാ മനുഷ്യ ശരീരത്തിലെ എല്ലാ അവസ്ഥകളും പരസ്പരം പൂരകങ്ങളാണ്. ഇതൊന്നും ഡിഫറൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ ഇത്രയൊക്കെ വലിയ സംഭവങ്ങളാണോ, ഇതൊക്കെ ഇത്ര വലിയ കാര്യങ്ങളാണ്? ഒന്നും അല്ലാതെ ഒന്നുമില്ല. പ്രതിരോധശേഷി ഉണ്ടാവില്ല. നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന പ്രതിരോധശേഷി ഉണ്ടാവില്ല. ഇനി നമ്മളുടെ മനുഷ്യന്റെ കാര്യം ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കുന്ന ആൾക്കാരും പാല് കൊടുക്കാതിരിക്കുന്ന നല്ല കുട്ടികളുണ്ട്. കാരണം അതിന്റെ ഏറ്റവും കൂടുതൽ ദ്രോഹം അനുഭവിക്കുന്ന കുട്ടി. അമ്മ എന്ത് വിഷം കഴിക്കുന്നോ ആ വിഷം മുഴുവൻ ഉപദ്രവമായിട്ട് മാറുന്ന കുട്ടികൾക്ക്. അപ്പം അതുകൊണ്ട് അമ്മമാർ വിഷം കഴിക്കാതിരിക്കുക, അതല്ലെങ്കിൽ വിഷം കഴിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ ചായയിൽ എൻഡോസൾഫാൻ അടിക്കുന്നില്ലെങ്കിൽ കഴിച്ചു.
എന്താണ് വിശേഷം? എത്ര അവിടെ സാറോട് പോയി കൊടുത്തത് ആ. ഇവിടെ എത്തിട്ടോ? ഇവിടെ ഇതൊരു ദിവസത്തേക്ക്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് ശരി എന്നാ. അന്ന് കാണാം, ഞാനത് നോക്കാൻ വേണ്ടി വന്നു. ശരി. അപ്പോ നമ്മളുടെ പുരുഷായുസ് എന്ന് പറഞ്ഞാൽ 120 വയസ്സ് വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 6 വയസ്സ് വരെ കൊടുക്കണം എന്നല്ല. ഇനി നമ്മൾ കൊടുക്കുന്നത് പശുവിന്റെ പാലാണെന്ന് വിചാരിക്കുക. ഒരു പശുവിന്റെ ആയുസ് എത്രയാണ്? 28-30. അപ്പൊ അതിന്റെ കുട്ടിക്ക് എന്താ ഉണ്ടാവുക? 30 വയസ്സ് വരെയുള്ള ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ പോലും. അപ്പൊ 30 വയസ്സ് വരെയുള്ള ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ മതിച്ചെങ്കിൽ അതിനനുസരിച്ചല്ലേ തൈമസ് ഉണ്ടാവുള്ളൂ. നമ്മൾ പശുവിന്റെ പാല് കൊടുത്താൽ ഞങ്ങൾ 30 വയസ്സ് വരെ ആയുസ് ഉണ്ടാവുള്ളൂ. അതിന് കിട്ടിയതൊക്കെ ബോണസാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പ്രതിരോധശേഷി ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പാല് ആ ഒരു കാലഘട്ടം വരെയും കൊടുത്തിരിക്കും. പിന്നെ പാല് കൊടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അല്ലാതെ നിങ്ങൾ അതിന് വേറെ മാർഗങ്ങളൊന്നും തേടിപ്പോണ്ട. നമ്മൾ കുറേ കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ച് അന്ധമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നു. ആ വിശ്വാസങ്ങളും ആ പഠിച്ചു വെച്ചതൊക്കെ ഒരു ധാരണ അത് മാറ്റിയെടുത്താൽ മാത്രമേ നമ്മൾ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണും. അപ്പൊ നമുക്ക് ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഈ വ്യായാമത്തിന്റെ സെക്ഷൻ യോഗ എനിക്ക് ഇഷ്ടമുള്ള ഒരു വിളിക്കും. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഞാൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയം ഇത് ഡിസ്കവർ അല്ല, ഓരോ ആചാര്യന്മാരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് മാറ്റിയെടുത്ത, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിനായിട്ട് മാറ്റിയെടുത്തൊരു സാധനം. ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, ഞാൻ വിചാരിച്ചില്ല. നമുക്കിങ്ങനെ ഓരോരുത്തരുടെ നിന്ന് കിട്ടുന്ന അറിവുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളത് മാത്രമാണ്. ഈ നട്ടലൊക്കെ ജോയിന്റ് ആവണം. നട്ടല് എല്ല് ഓരോ സെപ്പറേറ്റ് ഉണ്ട്. അത് എന്തോ വെള്ളത്തിന്റെ രാജസ്ഥാനിലെ ഒരു സ്ത്രീ അത് എല്ലാം ജോയിന്റ് ആണ്, ഒറ്റ അതിനകത്ത് ഇപ്പൊ ഇത് 2 കശേരുക്കളാണ് ചെയ്യുന്നത്. ഈ 2 കശേരുക്കളുടെ ഇടയിൽ ഒരു കാർട്ട്ലർ ഉണ്ട്. ഈ 3 സാധനത്തെയും വേറെ തിരിച്ചു നിർത്തുന്ന ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡ് പറ്റിയതല്ലേ? അത് അവിടുത്തെ വെള്ളത്തിന്റെ എന്തോ പ്രശ്നം. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. കുറേ ആൾക്കാർ പുകവലിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരില്ല, എല്ലാവർക്കും സ്ട്രോക്ക് വരില്ല, എല്ലാവർക്കും ക്യാൻസർ വരില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള രോഗങ്ങളാണ് വരിക. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മളുടെ ചിന്താഗതികൾ വ്യത്യസ്തരാണ്, നമ്മളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തരാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം വ്യത്യസ്തമാണ്, ചെയ്യുന്ന ജോലികൾ, നമ്മുടെ ചിന്താഗതി ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ രോഗം വരാനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാക്കി. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരേപോലത്തെ വിഷം എല്ലാവരും കഴിക്കുകയാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇല്ല. ഇപ്പൊ ഞാനൊരു മദ്യം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എഫക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ എൻ്റെ കൂടെ ഒരാളൊരു ഫുൾ ബോട്ടിൽ കഴിച്ച് ഞങ്ങൾ രണ്ടാമത് പകുതി കഴിക്കണം, അയാൾ കിക്കായി താഴെ അല്ലെങ്കിൽ ഛർദ്ദിക്കൊക്കെ ചെയ്താൽ ചെയ്യേ എനിക്ക് ഛർദ്ദിക്കാവില്ല, കിക്കാവില്ല. പക്ഷെ പറ്റിയ എനിക്ക് താഴെക്കാൻ പറ്റും. എനിക്ക് തല പൊക്കിയിട്ട് എഴുന്നേറ്റ് നടക്കാനേ പറ്റില്ല. ഇങ്ങനെ ഞാനിങ്ങനെ മന്ദപ്പായിട്ട് പക്ഷെ എനിക്ക് ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരിലും ഓരോ സാധനം എഫക്ട് ചെയ്യുന്ന വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം തിരിച്ചറിയും. നമ്മൾ നമ്മളെ കുറിച്ച് തിരിച്ചറിയുക, അതാണ് ആദ്യത്തെ പടം. നമുക്ക് നമ്മളെ കുറിച്ച് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം, ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് നിങ്ങൾ കുറേ കഥകളൊക്കെ പറയുകയും അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല, പൊട്ടൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ആ പൊട്ടത്തരം ഉണ്ടാവുന്ന നമ്മൾ പറച്ചിലിൻ്റെ വ്യത്യാസത്തില്ല. നമുക്ക് നമ്മളെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്ത് എനിക്ക് ഇന്നത് കഴിച്ചു എന്നല്ല, ഇന്ന പോലെയാണ് ഉണ്ടായത്, അതിന് എന്താ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് പെരുന്തമണ്ണയുള്ളതാണ്. നേരം വിളിച്ചാകുമ്പോൾ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ഈ നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ അടുത്തൊരു സാധാരണ ഡിസിഷൻ എടുത്ത് കൊണ്ടുപോയാണ്. കാരണം
ഗ്യാസ് കയറിയതായിരിക്കും. ശരിക്കും നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലും നീ ഒരു കാര്യം ചെയ്യും, ഒരു ECG എടുത്തോണ്ട് അവിടെ പോയി പറയാം. ഈ ECG എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അങ്ങ് പോകാൻ പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയത് അൽഷിഫയിലേക്കാണ്. ഈ ഷെരീഫ് എന്ന് പറഞ്ഞ ആള് എല്ലാ ഹോസ്പിറ്റലുകാരായിട്ടും നല്ലൊരു ബന്ധം പുലർത്തുന്ന ആളാണ്. ഇയാളാണ് ഈ എക്സ്റേയുടെ കെമിക്കൽസ് സപ്ലൈ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. അൽഷിഫയെ കൊണ്ടുപോയി അവരവിടെ കയറ്റി ഇവിടെ കയറ്റി ECG എടുത്ത് പിന്നെ നേഴ്സുമാർ അങ്ങോട്ട് കുറവുണ്ട്, ഡോക്ടർമാർ ഇങ്ങോട്ട് കുറവുണ്ട്, ആകെപ്പാടെ ബഹളം. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു ഇതിപ്പോൾ തന്നെ അഡ്മിറ്റ് ചെയ്യണം, നിങ്ങൾ സംഗതി ബ്ലോക്കാണ്, അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞു വീട്ടുകാരെ പേടിപ്പിച്ചു. ഒരു നേഴ്സ്, ഹെഡ് നേഴ്സ് സ്വകാര്യ ചെയ്യലും ഹാർട്ട് അറ്റാക്ക് കിട്ടും. സാധാരണ രീതിയിൽ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ ചെവിയിൽ വന്നിട്ട് പറയാം, നിങ്ങൾക്ക് മറ്റേ ഹാർട്ടിന് ബ്ലോക്കാണ്, അറ്റാക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു എല്ലാ സാധനം പറിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം, എനിക്കിപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. വീട്ടുകാർ എന്ത് സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ വീട്ടുകാർ സമ്മതിക്കില്ല മാത്രമല്ല ആകെ ബഹളായി. ശരിക്കും അവിടെ കിടന്നതിന് ഉള്ളിൽ കിടന്ന് ബഹളായി. ഈ ഡോക്ടർമാരൊക്കെ ആയിട്ട് ശരിക്കും ബന്ധമുണ്ട്. ഡോക്ടർമാരെ വിളിക്കുമ്പോൾ ശരിക്കും പ്രശ്നമില്ല, നമുക്ക് വെറുതെ ഒന്ന് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുക, ഒരു കുഴപ്പമില്ല, നീ പേടിക്കേണ്ട, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യാൻ തയ്യാറില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഇയാളുടെ ഒരു റിലേറ്റീവും കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇയാളെ എന്നെ വിളിച്ചു, ഷംസുദ്ദീൻ എന്നാണ് അയാളുടെ പേര്. ഷംസുദ്ദീൻ പെരുന്നോണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഷെരീഫിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഇത് നേരെ ഷെരീഫിനോട് പറഞ്ഞു. അപ്പോൾ ഷെരീഫ് പറഞ്ഞു അതെ എന്ന് പോവാ, ഫിറോസിൻ്റെ സുഹൃത്താണ്, നമുക്ക് നേരെ ഫിറോസിൻ്റെ അടുത്തേക്ക് പോകാറുണ്ട്. നേരെ അവിടുന്ന് പോവാന്ന് പറഞ്ഞ് അവർ റെഡി. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയണേ പാലക്കാട്ടേക്ക് നിർത്തില്ല കേട്ടോ, ആലോചിച്ച് നോക്കണം, ഈ വിഷം കിട്ടി അപ്പം മേടിച്ചിട്ടാവുന്നു. അങ്ങനെയാണ് ഈ പറയണത്. ഒരു പറഞ്ഞ എന്തേലും ആവട്ടെ പോവാന്ന് പറഞ്ഞാണ് പോകുന്നത്, കാറിലാണ്. പകുതി വഴി എത്തിയപ്പോൾ എൻ്റെ അളിയൻ ചോദിച്ചു, ഇതിൻ്റെ അളിയൻ ചോദിച്ചു, അല്ല ആൾക്ക് എന്താ പ്രശ്നം? ഏത് ഭാഗത്താ? ഈ ഭാഗത്ത്. ഇതേതാ? വലത്. ഹാർട്ടിരിക്കും വലത് ഭാഗത്തല്ലല്ലോ. ആലോചിച്ച് നോക്കണം, ഹാർട്ടിരിക്കും വലത് ഭാഗത്ത്. എൻ്റെ ഹാർട്ട് വലത് ഭാഗത്ത. അപ്പോഴാണ് ശരിയും ശ്രദ്ധിക്കുന്നത്. അതാ ഇവിടെ അല്ലേ വേദന. അപ്പൊ എനിക്ക് ഹാർട്ടിൻ്റെ ഒരു പ്രശ്നമില്ലല്ലോ. ഇത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ നേരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി ഞാൻ കുറച്ചേരം നോക്കി എന്താ ശരിയേ ചേച്ചി. അങ്ങനെ എനിക്ക് നേരെ വിളിച്ചപ്പോൾ ഭയങ്കര എൻജോയ്. ഏത് ഭാഗത്ത്? ഈ ഭാഗത്ത്. ഒരു കാര്യം ചെയ്യുന്ന ഞാൻ വെറുതെ BP ഒന്ന് ചെക്ക് ചെയ്തു. BP ചെക്ക് ചെയ്തപ്പോൾ നമുക്കറിയാം, ഞാൻ നിങ്ങൾക്കതൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം BP എങ്ങനെ ചെക്ക് ചെയ്താൽ. ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഫുള്ള് ഗ്യാസ് കയറി കിടക്കുന്നു. ശരി ഉച്ചയായിട്ട് എത്തുമ്പോഴേക്കും 2 മണി വഴി നിന്ന് കക്കൂസിൽ പോയി. ഇല്ല കക്കൂസി പോയി. എന്താ കളിച്ചു അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞോട് പറഞ്ഞ് നമ്മളൊന്ന് ചീത്ത പറ. പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച രാത്രിയാണ് കഴിച്ചിട്ടില്ല, ഗ്യാസ് കയറിയിരിക്കുകയാണ്, കക്കൂസി പോയിട്ടില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, നേരെ അടുക്കളയിൽ പോയിട്ട് നമ്മളവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞു. 2-2:30 എത്തുമ്പോൾ കഞ്ഞി ഉണ്ടോ ഞാൻ പറഞ്ഞു, കഞ്ഞി കഴിക്കാൻ കഞ്ഞി കുടിക്കാൻ പോകും. കഞ്ഞി കുടിച്ചോളണം വായിക്കുന്നു. ഫുൾ റിലാക്സ് ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി. 4 മണിക്ക് നീച്ച് നോക്കി പിന്നെ കാണാൻ ഇയാൾ മടി ഗുണത്തണ്ടാണെന്നിരിക്കണം. എനിക്ക് വല്ല കുഴപ്പമില്ല. ആൻജിയോഗ്രാം 5 രൂപ ഫസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വലത് ഭാഗത്ത് കയ്യിൽ നീര് വന്നിട്ട് ഒരു കയ്യിൽ നീരുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ഇടതല്ലോ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. എന്നിട്ട് പിന്നെ മരുന്ന് കൊടുത്ത് 2-3 ദിവസം ഇട്ട് പറഞ്ഞു. അടുത്ത ദിവസം ആളുകൾ അപ്പോൾ അത് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വയസ്സായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല.
അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ചിലർക്ക് പ്രശ്നമുണ്ടാവുന്നത് ആൻറ്റിബയോട്ടിക് അടിച്ച് കയറ്റിയിട്ടാണ് പ്രശ്നം. അപ്പം എൻ്റെ ഒരു സുഹൃത്തുനിന്ന് അങ്ങനെ ആരെങ്കിലും അറിയുന്നില്ല, വിനീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചു. അതിനൊരു പാരമ്പര്യ വേദന. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ കാണുന്നതാണ് വിദ്യാഭ്യാസം. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളാണ്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് കയറിയിട്ട് എന്താ എഞ്ചിനീയറിംഗ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫൈനൽ ഇയർ വിട്ടു പോകുന്നതാണ്. അപ്പോൾ അറിയാനുള്ള ബുദ്ധിമുട്ട് അല്ല അതന്നെ കൃഷി പഞ്ചഗവി ചികിത്സയാണ് കണക്ക് കൂടുതലായിട്ട്. ഇയാൾക്ക് വയറുവേദന വന്നപ്പോൾ മക്കളും വീട്ടുകാരും പിന്നെ കുടുംബക്കാരൊക്കെ കൂടിയിട്ട് വന്നിട്ട് ചീത്ത പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഇവൻ എന്ത് ചെയ്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തു. പിറ്റേ ദിവസം മുക്കി പഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് അവർക്കറിയില്ല, ഇവർക്കറിയില്ല, ആർക്കറിയില്ല. വയറിൽ ഓപ്പറേഷൻ ചെയ്ത് വയറാണ്. പക്ഷെ എന്തിനാ ചെയ്ത് ഏതിനാന്നൊന്നും അറിയില്ല. ആള് പാവം ചെയ്തു. 50 വയസ്സായിരുന്നു. അതല്ലേ എന്റെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. ഹാർട്ടിന്റെ പ്രശ്നത്തിന് ചിലർക്ക് വയറുവേദന ആ സമയം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ പറയാം, പകുതി ഡോക്ടർമാർക്ക് ഹാർട്ടിന്റെ യഥാർത്ഥ പ്രവർത്തനം അറിയില്ല. ഹാർട്ടിന് പുറത്തൊരു ലെയർ ഉണ്ട്. ആ ലെയർ കട്ടി കൂടി കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പ്രവർത്തനം കുറയും. അപ്പൊ ഇവര് നോക്കുമ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനം ശരിയില്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ അവിടെ സ്റ്റെൻഡ് വല്ല കാര്യം. ഇത് ഹാർട്ടാണ്. അത് അവര് ഈ പറഞ്ഞതിന്റെ ഇടയിൽ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സഡേഷൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ഐസിന്റെ ഉള്ളില് ഒരു രോഗി കയറ്റി കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നടക്കുന്ന കഥ എന്താണെന്ന് അറിയും? ആർക്കെങ്കിലും അറിയും? നടന്നു പോയാളാ കല്യാണത്തിന് ഹോസ്പിറ്റലിൽ പോയിട്ട് കല്യാണത്തിന് പോകണം ഡ്രസ് ഈ നടന്നു പോയ ആൾക്കാരെ പിന്നെ കിടത്തി വിട്ടാക്കുന്നത് ഈ പനി വെച്ചിട്ട്. അപ്പൊ ഈ അവരുടെ കയ്യിലുള്ള പല മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ പ്രയോഗിച്ചാൽ നമ്മൾ ചിലപ്പോൾ കത്തും. കാരണം നമുക്ക് ഈ വലിയ വിഷമം കയറാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും. അപ്പൊ അവിടെ കൊണ്ട് തല വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കും. ബോധം ഉണ്ടെങ്കിൽ പറയാനോട് കൊണ്ടുപോകാൻ. അപ്പൊ ബോധം ഉണ്ടായിട്ടും കാര്യമില്ല. വിനേഷിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബോധം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കുടുംബക്കാരും ബന്ധുക്കളാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇവർ നമുക്ക് പഠിക്കും. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇവർക്ക് ഇത് പറഞ്ഞു കുറച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുപോയത്, അത് കാരണം രക്ഷപ്പെട്ടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. പോയി കഴിഞ്ഞാലോ ഞാൻ പറഞ്ഞു കൊടുത്തോട്ടോ എനിക്ക് കാര്യം നമ്മള് പോയിട്ട് വല്ല കാര്യം കഥ പറഞ്ഞിട്ട് വല്ല കാര്യം. ജീവൻ പോയിട്ട് പിന്നെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാപ്പി കിട്ടുമോ നോക്കാം അല്ലേ? അടുത്ത സെക്ഷൻ ഈ നമ്മള് ടോന്റെ എന്താ പറഞ്ഞത്, ഏറ്റവും ബാക്കിലിരിക്കുന്ന ആള് നിനക്കും കൂടിയിട്ടാണ്. 3 തരം ടാപ്പിംഗ് ആണ് നിങ്ങൾക്ക് പറഞ്ഞത്. അതിലൊന്ന് ഈ ടോ വെച്ചിട്ട് ഇങ്ങനെ 2 ഹീൽ വെച്ചിട്ട് 3 ഫുള്ള് കാര്യമുണ്ട് ടാപ്പിംഗ്. ഇത് ചെയ്താലുള്ള ഗുണമാണ് നമ്മൾക്ക് പറഞ്ഞു കൊടുത്തത്, ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആദ്യം ടോ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ ബെർത്തി ബ്രേക്കാണ് അതിൻ്റെ ഇമ്പാക്ട് കിട്ടുന്നത്. നമ്മുടെ ചേർന്ന് 2 ഉണ്ട്. അതിൽ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ടോച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം 50 പ്രാവശ്യം വരെ ആവാന്നാണ്. 50 പ്രാവശ്യം വരെ ചെയ്യാം. ഓരോന്നും കണ്ടിന്യൂസ് ആയി. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണം 50 എത്തി
പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഹീലിംഗ് ചെയ്യും. അത് കഴിഞ്ഞ് ഫുള്ള് ഓപ്പണായി. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ടോയിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് നട്ടലിന് അറ്റബ്രേക്ക് പാരലായിട്ട് രണ്ട് നെർവസ് സിസ്റ്റം വരുന്നുണ്ട്, ഹിഡ പിംഗ്ലാറുണ്ട്. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ടോ കൊണ്ട് ചെയ്യും, ടാപ്പ് ചെയ്യുമ്പോൾ. ഹീൽ കൊണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ വേവ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യും. ബ്രെയിൻ നെർവസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് ബ്രെയിൻ വേവ്സ് സ്റ്റിമുലേഷൻ കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോലീസുകാർ തല്ലെ കാലിൻ്റെ അടിയിലാണ്, പുതിയിലൊക്കെ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബ്രെയിൻ പൊട്ടി തലച്ചോറ് പോകും. ബ്രെയിൻ നെർവസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നല്ലോ. ബ്രെയിൻ നെർവസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ്സ് കറക്റ്റാണ്. അപ്പം നമുക്ക് എന്താ ഉണ്ടാവുക? ബ്രെയിൻ വേവ്സ് കറക്റ്റ് ആകുമ്പോൾ ഉന്മേഷം ഉണ്ടാവും. നാച്ചുറലായിട്ട് ഒരു ഉന്മേഷം ചെയ്ത് കഴിയും. അത് 24 hours ചെയ്യുമ്പോൾ നമുക്ക് 24 മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാനുള്ള ഉന്മേഷം കിട്ടുന്നതാണ്. ഏത് സമയത്തും ചെയ്യാം, ഇന്ന് സമയത്തില്ല. കാരണം ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കാരണം ഭക്ഷണം അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ചെയ്യാം. സ്റ്റൊമക്കിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിന് നട്ടല് നിവർത്തിയില്ല. പിന്നെ കൈയില്ലാത്ത കസേരയാണ്, അതാണ് ഇവിടെ പിടിച്ചിട്ട്. കൈയുള്ള കസേരയാണ് കയ്യിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചില്ല. ഞാൻ ഇട്ട് തരുന്നവർ വായിച്ചു നോക്കണ പോലും ഇല്ല. ആദ്യത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾ ഇന്നൊരു ട്രെയിൻ ചെയ്താൽ മതി. ഫുൾ ഫീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൊമക്കിനാണ് അത് നട്ടലിന് പാരലായിട്ട് വരുന്ന. ഹീൽ ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ്സ്, ബ്രെയിൻ നെർവസിന് സ്റ്റിമുലേഷൻ കിട്ടും. ബ്രെയിൻ വേവ്സ് സ്റ്റിമുലേറ്റ്. ഓർമ്മശക്തി കുറവുള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ ഉന്മേഷം കിട്ടാൻ ഉപയോഗിക്കാം. നമ്മുടെ കാല് കറക്റ്റ് ഹൈറ്റ് കുറച്ച് കുറഞ്ഞ സ്റ്റൂൾ എന്തെങ്കിലും ആണെങ്കിൽ അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഹൈറ്റിനനുസരിച്ചുള്ള ഹൈറ്റ് ചേർന്ന് വേണം. അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ കുറച്ച് കയറി ഇരുന്നാലും ചെയ്യും. കുറച്ച് കയറി ഇരുന്നിട്ട് നമുക്ക് ഫുഡ് ഇങ്ങനെ ഫുഡ് കറക്റ്റായിട്ട് ഇരിക്കണം. ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ സൈനൽ ഇല്ലാത്തവരോ കുറവുള്ളവരാണെങ്കിൽ ചെയ്യണം. അവരെ കൊണ്ട് ചെയ്യണം. സൈനൽ ഫ്ലൂയിഡിന്റെ മുട്ടിൽ കാരണം കാർഡിലോട് കൊടുക്കും. പിന്നെ ചെയ്യുന്നവരോട് ആരോടാണെങ്കിലും ഇപ്പം നിങ്ങളൊരു ക്ലിനിക്ക് നടത്താം, വരുന്നവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ 50 ചെയ്യിക്കുക. ഒരു കാരണവശാലും ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ആദ്യം ചെയ്യിപ്പിക്കുക. പിന്നെ ഓരോന്ന് ഓരോ ദിവസം ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ്. ചിലപ്പോൾ ഈ വരുന്നവർ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇരിക്കുന്നത്. നമ്മൾ ക്ലിനിക്കാണ് നടത്തുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ സ്വന്തമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എത്ര വേണം ചെയ്യുന്നത് കുഴപ്പമില്ല. കാരണം നമ്മൾ മാത്രം അനുഭവിച്ചാൽ മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പിറ്റേ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ പേര് നമ്മളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ കാരണം അങ്ങനെ. എപ്പോഴും ക്ലിനിക്ക് നമ്മൾ നടത്തുമ്പോൾ ക്ലിനിക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം നോക്കുന്നത്. അവൻ്റെ സേഫ്റ്റി നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ കൊണ്ട് 100 ആൾക്ക് ഗുണമുണ്ടാവും. അവൻ്റെ സേഫ്റ്റി നന്നായി അവൻ മാത്രമേ അവർക്ക് ഗുണമുള്ളൂ. അപ്പോൾ വരുന്നവൻ നമുക്ക് ഏത് രീതിയിലാണ് നിൽക്കുക ചോദിച്ചാൽ, നമ്മുടെ അവിടെ പഴയൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ. അയാൾ പറയും പേഷ്യൻസിനെ നമ്മൾ എപ്പോഴും പാമ്പിനെ പോലെ കാണണമെന്ന് പറയും. എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു വെച്ചു. അവർക്ക് സുഖം കിട്ടിയാൽ ശരിയാണ്, ഇല്ലെങ്കിൽ അവർ തിരിച്ചു പറയും. അപ്പം അത് കാരണം കൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അവർ കൺസിഡർ ചെയ്യും. ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, നല്ലതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് നല്ലതിന് അതാണ്, നമുക്ക് നല്ലതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഗുണം കിട്ടും. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ചിലപ്പോൾ.
അവനത് ഉണ്ടാതെ പറഞ്ഞ് പോവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ എന്ത് കാര്യത്തിൽ ഇടപെടാമോ. ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കേസുകളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈവഴിക്കും. നമുക്ക് എന്തൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ശരി. ഞാനൊക്കെ അതിൽ ഈ പറഞ്ഞ കാര്യത്തിൽ തല വെച്ച് കൊടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് അനുഭവങ്ങൾ വന്നാണ് നമ്മളിത് പറയുന്നത്. നമ്മളെ ചിലർ ചിലപ്പോൾ നമ്മളെ നിർബന്ധിപ്പിക്കുകയാണ്, നിർബന്ധിക്കും. സാധാരണ നോക്കിക്കൂടെ അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറയാം. 36 കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു വയറ് വീഴ്ത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പേടി ഇത് വയറ് പൊട്ടും. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കീമോതെറാപ്പി ചെയ്തിട്ട് ഞാനൊന്നും എടുക്കാറില്ല, വേണ്ടാന്ന് പറഞ്ഞു. ഈ അവരങ്ങനെ കാല് പിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ കൊണ്ടുപോകാൻ ഞാൻ പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിൽ അഡ്മിറ്റ് ചെയ്യാം. അവരെ അങ്ങനെ അഡ്മിറ്റ് ചെയ്യും. 15 ദിവസം കൊണ്ട് ഇതിൻ്റെ വയറൊക്കെ കറക്റ്റായി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവർ വിചാരിച്ച് ആളെ രക്ഷപ്പെടില്ല. ക്യാൻസറിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയിട്ട് പിന്നെ നമ്മൾ തൊട്ട് കാര്യമില്ല. നമ്മൾ പറയുക അങ്ങനെ അവിടെ തന്നെ വെച്ചാൽ അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലതും പറയും. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ അവസ്ഥ. ക്യാൻസർ എന്നുള്ള ആ ഒരു സെഗ്മെന്റിലേക്കാണ് പോയിച്ചെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും ശരി. കാരണം മറ്റ് ആര് ഇപ്പോൾ ഞാൻ നേരത്തെ വിനയകൃഷ്ണൻ്റെ കേസ് പറഞ്ഞ പോലെ വിനയകൃഷ്ണൻ മരിച്ചു, അതിനകത്ത് ആരും ഇടപെടാനില്ല. നമ്മുടെ അടുത്ത് വന്നിട്ടാണ് അങ്ങനെ സംഭവിക്കണെച്ചെങ്കിലോ ആകെ കേസായി പ്രശ്നമാവും, ആകെ. അപ്പം അത്തരം കേസുകൾ ആണെന്നുണ്ടെങ്കിൽ പറ്റാത്ത കേസാണെങ്കിൽ അപ്പം തന്നെ ഒഴിവാക്കും. അവിടെ നമ്മൾ ഒരു ഉപദേശം പോലും നൽകേണ്ട കാര്യം. അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സാധാരണ ക്യാൻസർ പേഷ്യൻസ് മരിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോഴേക്കും വേദനിച്ചിട്ട് നരയിക്കുക എന്നാണ് അങ്ങേയറ്റം. അവസാനം മോർഫിനാണ് അടിച്ചു കയറ്റുക. മോർഫിൻ അടിച്ചു കയറ്റിയിട്ടാണ് ഇവർ മരണത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുന്നത്. ഇതൊന്നുമില്ല, അതെങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉറപ്പായ എന്തായാലും ഒരു വേദന ഒന്നുമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെയാണ് മരിച്ചില്ല. എൻ്റെ അടുത്ത് വന്നുള്ള ഒരുപാട് കേസ് ഇങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ കീമോതെറാപ്പി ചെയ്ത് നമ്മളുടെ നല്ല അണുക്കളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മരിക്കുന്നു. സൈഡ് എഫക്റ്റ് ആയിട്ടല്ല ചെയ്ത ആൾക്കാര് അവര് നോർമലായി വന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. വെച്ചിങ്ങനെ അത് പ്രതീക്ഷിക്കാണ് ആള് ഒരു കുഴപ്പമില്ലാത്ത പെട്ടെന്ന് അങ്ങനെ 3-4 കേസ് കിട്ടും. ഓക്കെ, അപ്പം കാപ്പി കുടിച്ചിട്ട് ഇവര് മരിച്ചപ്പോ അങ്ങനെ പിന്നെ സാറിനോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പിന്നെ ആകെ ഈ വന്ന ആൾക്കാരൊക്കെ സ്വഭാവം മാറി. കാല് പിടിച്ച ആൾക്കാരെ കാല് പിടിച്ച ആൾക്കാരൊക്കെ സ്വഭാവം മാറി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും എന്താ ചെയ്തോ. അപ്പൊ പിന്നെ അവർക്ക് ഞാൻ എന്ത് ചെയ്ത കാര്യങ്ങൾ അവരെ ഫുൾ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ മേടിച്ചു വെച്ചില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് ലീഗലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവർ മിണ്ടാതെ സംഗതി പോയി. അതല്ലെങ്കിലോ ഇപ്പൊ അവര് മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ മേടിച്ചു വെച്ചിട്ടില്ല. അവര് നമുക്കെതിരെ പോവാണ്, കോടതിക്ക് പോവാണ്. ഞങ്ങളെ കൊണ്ടുപോയ ആൾക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. നമ്മളെപ്പോഴും ഒരു കേസ് കൈകാര്യം ചെയ്യണമെങ്കിൽ അയാളുടെ ബയോഡാറ്റ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം കംപ്ലീറ്റ് മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ മേടിച്ചു വെച്ചിരിക്കും. അപ്പോൾ ഈ കോടതിക്ക് പോലെ ഒരു വിവരത്ത് കോടതിയിൽ വന്നിട്ട് വിളിച്ചില്ല. ആ കോടതി ചോദിക്കുന്ന നമ്മളോട് ഇതിപ്പോൾ ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് വർത്താനം പറയാനെന്നുള്ളത്. നമ്മളിങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത് എല്ലാ റിപ്പോർട്ടും മേടിച്ച് വെച്ചതിന് ശേഷം പരിശോധിച്ച് വേണമെങ്കിൽ ചികിത്സിച്ചാൽ മതി പറയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കും ബോധ്യപ്പെടും. അപ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ടൊന്നുമല്ല ഇവർ വരുന്നത്, അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അല്ല അപ്പം നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൊണ്ടൊന്നല്ല ഇവർ ചികിത്സിക്കാൻ വരിക. അങ്ങനെ വരുന്നവർ വളരെ കുറവായിരിക്കും. ഒരു പ്രാവശ്യം വന്നവർ പിന്നെ അതേപോലെ വരിക. ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നിട്ട് അവർക്ക് സംഗതിയൊക്കെ ഓക്കെ ആയിട്ട് പോയിട്ട് പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ വരുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ട് തന്നെയാണ് വരിക. അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആദ്യം വരുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല, വേറെ നിവൃത്തിയില്ലെങ്കിലേ വരുള്ളൂ. വരുന്നതിൽ ഒരു 70% കേസും അങ്ങനെയാണ്. 30% കേസ് പിന്നെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കേട്ട് കൊള്ളാം, ഞാൻ പോയിട്ട് എനിക്ക് മാറ്റമുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കോ. ഞാനൊരാൾ ചികിത്സിച്ച് പോകുന്ന ഒരാളോട് ഞങ്ങളുടെ അടുത്ത് അത്ര പേഷ്യൻസ് ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് ഇത്ര പേഷ്യൻ്റ് ഉണ്ട്,
ഞാൻ പോയാൽ അവർ വരുന്നു പറയും. ഞാൻ പറയും ആരെയും ഉണ്ടാക്കുക. നിങ്ങൾ പറയണ്ടേ ഞാൻ പോയി എനിക്ക് ശരിയായി നിങ്ങൾ പോയി വേണമെങ്കിൽ നോക്കി. അല്ലാതെ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ അയാൾക്ക് കൂടെ വന്നിട്ട് ഞാൻ പറയണമെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരെ തിരിച്ച് പറയുക അവിടെ നിന്ന് അതെ അവൻ പറഞ്ഞ സ്ഥലത്ത് പോയിട്ടേ ഒരു കാര്യമില്ല. അയാൾക്ക് വെറുതെ ഇരിക്കുക, കള്ളനാണ്. എന്തിനാ വെറുതെ ഇയാൾ കള്ളനാവും ഞാനും കള്ളനാവും? എൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്കിങ്ങനെ സുഖം കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൗകര്യങ്ങളിൽ പോവാം എന്ന് പറയും. അങ്ങനെ വരുന്നവർ വന്നാൽ അല്ലാതെ നമ്മൾ ഈ ലോകത്തുള്ളവരെ എല്ലാവരും ചികിത്സിച്ച് എല്ലാവരെയും സുഖപ്പെടുത്താൻ ഒരാളും വ്യാമോഹിക്കും. നമ്മുടെ അടുത്തേക്ക് വരുന്നവർ ഞാൻ പറയാം എൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്മണരേഖയുണ്ട്, കടന്നവൻ ഞാൻ എന്തെങ്കിലും ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ പുറത്താൻ. കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പോകണം. എൻ്റെ അടുത്തേക്ക് വന്നാൽ ശരി, അത് പിന്നെ എൻ്റെ ഇതാണ്. ഞാൻ അയാളെ ഏത് രീതിയിലാണെങ്കിൽ രക്ഷപ്പെടുത്തി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വെറുതെ നമ്മളൊരാൾ അങ്ങോട്ട് പോയിട്ട് വിളിച്ചുകൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യം. അപ്പം കാപ്പി ആറുണ്ട് എല്ലാവരും കഴിച്ചു.